പ്രിയ സുഹൃത്തെ, ഗൾഫിലോ നാട്ടിലോ പതിറ്റാണ്ടുകൾ പണിയെടുത്തു വലിയ തുകയെല്ലാം സമ്പാദിച്ച് റിട്ടയർമെന്റ് ലൈഫിലേക്ക് കടക്കുന്ന ഒരു മിക്കവരെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, നിലവിലെ സമ്പാദ്യം എൻ്റെ ആയുഷ്കാലം മൊത്തം ജീവിക്കാൻ ഈ സമ്പാദ്യം മതിയോ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സമ്പാദ്യം തീർന്നു പോവോ എന്നതാണ്. പലരും വിചാരിക്കുന്ന ഒരു കാര്യം, സപ്പോസ് 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ആയുഷ്കാലം മാത്രം വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ശരിയായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഈ 1 കോടി രൂപ തീരാൻ അധികം സമയം വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ലൈഫിൽ 2 സ്റ്റേജസ് ഉണ്ട്. അതായത് ഒന്ന് നമ്മളെ അക്യുമുലേഷൻ പീരീഡ്. അതായത് നമ്മൾ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുമാനം ഏൺ ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ സ്വരുക്കൂട്ടിയ എമൗണ്ട് വെച്ചാണ് നമ്മളിവിടെ ഒരു കോർപ്പസ്, അതായത് റിട്ടയർമെൻറ്റിന് വേണ്ടിയുള്ള ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു പീരീഡ് ഉണ്ട്, ഇതിനെ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അതായത് ഈ കോർപ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്ന സമയം വരെ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഈ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് ഈ 2 അക്യുമുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ 2 മേഖലകളിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഡയസ് ഇൻവെസ്റ്റ്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കോർപ്പസ് നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കണമെങ്കിൽ അത് ഈ കോർപ്പസ് എത്ര നാൾ നിലനിൽക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും, സപ്പോസ് ഈ സമയത്ത് താങ്കളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ആ 1 കോടി രൂപ വെച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. Once again, welcome back to the Thombichan Tips, powered by Dias Invest. My name is Primson Dias. Thombichan Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര നാള് ഇങ്ങനെ നീണ്ടുപോകോ കുറഞ്ഞു പോവോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ഒന്ന് വിഡ്രോവൽ എമൗണ്ട്, നമ്മൾ ഇതിൽ നിന്ന് എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമതായിട്ട് ഇൻഫ്ലേഷൻ, അതായത് ഓരോ വർഷവും നമ്മുടെ ചെലവ് കൂടും. അപ്പോൾ അത് ഏകദേശം എത്ര ശതമാനം വെച്ച് എല്ലാ വർഷവും നമ്മളെ ചെലവ് കൂടും, അതനുസരിച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘടകം. 3ാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ, അതായത് നമ്മളുടെ ഈ ഒരു കോർപ്പസ് നമ്മൾ വെറുതെ നമ്മളെ കട്ടിലിനടിയിൽ കൊണ്ടുപോയി വെക്കുകയല്ല, നമ്മൾ എവിടെയെങ്കിലും റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങോട്ട് കൂടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇനി കുറഞ്ഞു പോകോ എന്ന് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ വിഡ്രോവൽ എമൗണ്ടും ഇൻഫ്ലേഷനും ഇത് 2ഉം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടയർമെന്റ് കോർപ്പസിന്റെ ലോഞ്ചിവിറ്റി ഇത് കുറഞ്ഞു വരും. അതേസമയം ഇത് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നാൾ നമുക്ക് തള്ളി നീക്കാൻ നമുക്ക് സാധിക്കും. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇതുപോലെ തന്നെ ഈ പോർട്ട്ഫോളിയോ റിട്ടേൺ അത് നമുക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോർപ്പസ് കൂടുതൽ നാള് നമുക്ക് ഒരു ലോഞ്ചിവിറ്റി കിട്ടും. അതേസമയം ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇതിന്റെ ആ ലോഞ്ചിവിറ്റി അത് കുറയും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 1 കോടി രൂപയുടെ നിക്ഷേപം, ഈ 1 കോടി രൂപയുടെ നിക്ഷേപം വെച്ച് നമുക്ക് എത്ര നാൾ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയസ് ഇൻവെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു SWP കാൽക്കുലേറ്റർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തിയുടെ പക്കല് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് 1 കോടി രൂപയുണ്ട്. ഇദ്ദേഹം ഒരു 50,000 രൂപ വെച്ച് 50,000 രൂപ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഒരു 6% എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം വിഡ്രോ ചെയ്യണമെന്ന് വിചാരിച്ചോ.
അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഇദ്ദേഹത്തിന്റെ ഒരു പോർട്ട്ഫോളിയോന്ന് ഇദ്ദേഹത്തിന്റെ ഒരു 7.5, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെലവ് കൂടുമെന്ന്. അപ്പൊ ഓൺ ആൻ ആവറേജ് ഇപ്പൊ ഇന്ത്യയിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു 7% നമ്മളെ ഇയർ ഓൺ ഇയർ നമ്മളെ എക്സ്പെൻസ് കൂടുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് ഈ 1 കോടി രൂപ ഉണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 50,000 വെച്ച് മന്ത്ലി വിഡ്രോ ചെയ്യുന്നു. എല്ലാ വർഷം എന്നോളം നമ്മൾ ഒരു 7% വെച്ച് നമ്മൾ മന്ത്ലി വിഡ്രോവൽ കൂട്ടി പോകണമെങ്കിൽ ഈ ഒരു സംഭവം ഏകദേശം ഒരു 19 വർഷം, അതായത് ഈ 1 കോടി രൂപ വെച്ച് ഇദ്ദേഹത്തിന് 19 വർഷമെങ്കിലും ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കും. അതായത് ഇതിൽ നിന്ന് ഒരു തരത്തിലും വേറെ രീതിയിൽ, അതായത് ഇദ്ദേഹത്തിന് 7.5% റിട്ടേൺസ് കിട്ടണം. പിന്നെ അതോടൊപ്പം തന്നെ 7% വെച്ച് ഇൻക്രിമെന്റ് പാടുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൽ നിന്ന് ബൾക്കായിട്ടുള്ള ഒരു വിഡ്രോവൽ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു 19 വർഷത്തോളം ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വിഡ്രോവൽ നമുക്ക് വേണമെങ്കിൽ കുറക്കാം. ഇദ്ദേഹം ഇപ്പൊ ഒരു 4% വിഡ്രോ ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ചു. 4% വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ 33,331 രൂപ ആണ് ഈ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് 29 വർഷത്തോളം ലോഞ്ചിവിറ്റി, അതായത് ഈ ഒരു സംഭവം 29 വർഷത്തോളം കിട്ടും. അല്ല, ഇദ്ദേഹം ഇപ്പൊ 50,000 രൂപ തന്നെ വിഡ്രോ ചെയ്യുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 50,000 രൂപ തന്നെ ഇദ്ദേഹം വിഡ്രോ ചെയ്യുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നേരത്തെ 7.5% ആണ്. അതിപ്പോ ഒരു 10% റിട്ടേൺ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് SWP പോലെയുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഒരു 10% ഒരു ആവറേജ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 26 വർഷത്തോളം, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 26 വർഷം. എങ്ങനെയാണ് ഈ കോർപ്പസ് വലുതാന്ന് അതിനുശേഷം താഴേക്ക് വരുന്നത്, ഏകദേശം 26 വർഷം കഴിയുമ്പോൾ ഇത് മൊത്തം തീർന്നു പോകും. അതേസമയം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ ഏകദേശം ഒരു 10 പകരം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇദ്ദേഹത്തിന് പ്ലാൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു 46. കാരണം നോർമൽ സിറ്റുവേഷനിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു 55 വയസ്സിൽ 60 വയസ്സിൽ റിട്ടയർമെന്റ് ആണെങ്കിൽ ഏകദേശം ഒരു കേരളത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ ഒരു 90-95 വയസ്സ് വരെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു 35 to 40 years നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ലൈഫ് ലോങ് അതായത് ഒറ്റ കണ്ടീഷൻ, ഇദ്ദേഹം ഒരു 12% റിട്ടേൺ കിട്ടാവുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ സാധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു സേഫർ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ കുറവാണെങ്കിൽ പോലും, ഇപ്പൊ റിട്ടേൺ ഇപ്പൊ ഒരു 8% റിട്ടേൺ ഉള്ളെങ്കിൽ പോലും ഇവിടെ വിഡ്രോവൽ എമൗണ്ട് അതായത് ഇപ്പൊ ഒരു 10-30,000 രൂപ അല്ലെങ്കിൽ ഒരു 33,000 രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 1 കോടി രൂപ വെച്ച് ഏകദേശം ഒരു 32 വർഷത്തോളം ജീവിച്ചു പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കും. 8% റിട്ടേണേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഏകദേശം ഒരു 10-32 വർഷം, അതായത് ഇപ്പൊ ഒരു 60 വയസ്സിൽ റിട്ടയർ ആകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 32 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 92 വർഷം വരെ ഇദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ ഈ ഒരു എമൗണ്ട് മതിയാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, ഇതിപ്പോ വിഡ്രോവൽ എമൗണ്ട് ഇങ്ങനെ കൂട്ടും തോറും ലോഞ്ചിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ വിഡ്രോവൽ എമൗണ്ട് കുറക്കും തോറും ലോഞ്ചിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ റിട്ടേൺ അത് കൂടുന്തോറും ലോഞ്ചിവിറ്റി കൂടിക്കൊണ്ടിരിക്കും, കുറയും തോറും ഈ ലോഞ്ചിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടുന്തോറും ഇവിടെ ലോഞ്ചിവിറ്റി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇൻഫ്ലേഷൻ കുറയും തോറും ലോഞ്ചിവിറ്റി കൂടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു ഇന്ത്യയിലത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 7% ഇൻഫ്ലേഷൻ എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു SWP പോലെയുള്ള ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10% റിട്ടേൺ ഒക്കെ നമുക്ക് ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 5% വിഡ്രോവൽ, അതായത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 10-40,000 രൂപയ്ക്ക് വിഡ്രോ ചെയ്യാനാണെങ്കിൽ ഒരു 10-35 വർഷത്തേക്ക് നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ച് തന്നെ നമുക്ക് ഭംഗിയായിട്ട് തന്നെ നമ്മൾ റിട്ടയർമെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം,
ഇനി കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഒന്നുകിൽ ഇവിടെ നമ്മളെ കോർപ്പസ് എമൗണ്ട്, അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് എമൗണ്ട് ഇപ്പോൾ 1 ഒരു 1.5 2 കോടി ആക്കാൻ പറ്റണമെങ്കിൽ അത്ര നാൾ കൂടി കുറച്ചും കൂടി അദ്ദേഹം നിങ്ങൾ അവിടെ ജോലി എടുത്തിട്ട് ആ ഒരു രീതിയിൽ താങ്കൾ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ആണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് താങ്കൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കാൽക്കുലേറ്ററിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം നമ്മളെ ക്രൈറ്റീരിയ വരുന്ന മിനിമം 30 ലക്ഷം രൂപയും സിംഗിൾ SIP ആണെങ്കിൽ 45,000 മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഐ വാണ്ട് ടു സെറ്റപ്പ് ആൻഡ് SWP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഞങ്ങളെ വാട്സാപ്പ് വഴി താങ്കൾക്ക് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാം സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.